ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈബർ കിഡ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് വാച്ചാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമ്മുടെ സ്മാർട്ട് വാച്ച് ഇരിക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി അകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തിന് വരുന്നത് ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. ഇത് ഏകദേശം 380 mAh ഒരു ബാറ്ററിയാണ്. 3.7 വോൾട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹാർഡാണ്, പെട്ടെന്നൊന്നും പൊട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു യൂസർ മാനുവൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരെ സ്മാർട്ട് വാച്ചിൻ്റെ ഡീറ്റെയിൽ നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് സ്മാർട്ട് വാച്ച് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. കാണാൻ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫേം ആയിട്ടുള്ളൊരു സ്ട്രാപ്പാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് റിമൂവബിൾ അല്ല. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാനൽ റിമൂവ് ചെയ്തിട്ട് അതിൽ ബാറ്ററി ഇൻസെർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു സിം കാർഡ് ട്രേ വന്നിട്ടുണ്ട്. അത് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ് ടു 8 GB വരെ നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. വളരെ ചെറിയൊരു ബാറ്ററി തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബാക്കപ്പ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ബാക്ക് പാനൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ വളരെ സ്റ്റേഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അധികം വെയിറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രാപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്ര പെട്ടെന്നൊന്നും പൊട്ടൊന്നും തോന്നിയിട്ടില്ല കണ്ടിട്ട്. നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ചാർജ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓരോ ടൈം ബൂട്ട് ചെയ്യുമ്പോഴും ടൈം റീസെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പിന്നെയും സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു 3 ടൈപ്പ് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 3 തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല, എന്നാലും 3 വാച്ച് ഫേസ് ഉണ്ട്. അതുകൂടാതെ ഡയലർ പാഡ് തന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ബട്ടൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 MP ഒരു ക്യാമറ തന്നിട്ടുണ്ട്. 2 MP ഉണ്ടോയെന്ന് വരെ സംശയമാണ്. എന്നിരുന്നാലും ഒരു ക്യാമറ ഇത്രയും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൻ്റെ മ്യൂസിക് ആപ്പ് ഉപയോഗിച്ച് SD കാർഡ് വഴിയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ നമുക്ക് ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫീച്ചർ ഫോണിനകത്ത് വരുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇതിനകത്തും ലഭിക്കുന്നുണ്ട്. നമുക്ക് മൈക്രോഫോണും അതുപോലെ തന്നെ സ്പീക്കറും ഒക്കെ ഇതിന് ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്രോം ബ്രൗസർ തന്നിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ മൈക്രോഫോണും അതുപോലെ തന്നെ ഹോം ബട്ടണും പിന്നെ ചാർജിങ് പോർട്ടും നൽകിയിട്ടുള്ളത്. വെറും 775 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് സൈബർ കിഡ് സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.